ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയും അതേപോലെ തന്നെ അഭയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നവ്യ പറയാണ്, എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അഭി, നിങ്ങളൊക്കെ എന്തിനാണ് അമ്മായിനെ ഇങ്ങനെ പേടിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തത്. ഏത് സമയവും എന്ത് കാര്യം പറഞ്ഞാലും അങ്ങോട്ട് അനുസരിച്ച് അങ്ങോട്ട് ചെയ്യും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്? അല്ല, ഇനിയിപ്പോ ആദർശിന്റെ കുഞ്ഞാണ് ഈ ചന്തുമോളെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓരോ കാര്യങ്ങളും ഈ ചന്തുമോളെ കുറിച്ച് പറയുമ്പോൾ നിന്റെ മുഖത്താണ് പേടി. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നിന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോ വെട്ടിത്തുറന്നൊരു കാര്യം ഞാൻ ചോദിക്കാം. അല്ല, നിന്റെ മോളാണോ ചന്തുമോള്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭി അങ്ങോട്ട് ഞെട്ടിപ്പോയി. അപ്പോൾ ഈ ജലജയുവാണെങ്കിൽ ആകെ പേടിച്ചൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അഭി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട്, നവ്യേ, ഇനി മേലല്ല അങ്ങനെ പറഞ്ഞു പോകരുത് കേട്ടോ നവ്യേ. എന്തൊക്കെയാ നീ പറയുന്നത്? ഇങ്ങനെയൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാവോ? അല്ല, ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. നിന്നെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ഇതാണ്. കാരണം നിനക്കും അങ്ങനെ ചില പ്രവൃത്തികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഓരോ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന പ്രവൃത്തികൾ ഉണ്ടായിരുന്നു നവ്യേ. പക്ഷേ നിന്നെ കല്യാണം കഴിച്ച് നിന്റെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു പ്രവൃത്തിയേ ഇല്ല. നിന്നെയാണ് സത്യം, അങ്ങനെ ഒരു പ്രവൃത്തിയില്ല. അപ്പോൾ ജലജയും പറയാണ്, അതേ മോളെ, അവൻ അങ്ങനെ ഒരു തെറ്റ് പിന്നീട് ചെയ്തിട്ടേയില്ല. കല്യാണത്തിന് മുമ്പൊക്കെ, കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നിനക്കൊരു കുഞ്ഞുണ്ടായതിൽ പിന്നെ അവൻ അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല മോളെ. നീ അതൊന്ന് വിശ്വസിക്ക്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യാണെങ്കിൽ, ഇപ്പോൾ അഭിയെ വിശ്വാസമാണ് അമ്മേ. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇവിടെ ഓരോരോ ആൾക്കാർ പറയുന്നതും ചെയ്യുന്നതൊക്കെ കേട്ടില്ലേ? ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ മിണ്ടാതെ സഹിച്ചിരിക്കും? അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് മോളെ. അവർക്കൊക്കെ കുശുമ്പാണെന്നേ, അവർക്കൊക്കെ ഭയങ്കര കുശുമ്പാ. ഈ ആദർശ് ജയിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് നമ്മൾ 3 പേരും നല്ല അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഇവർക്കൊന്നും സഹിക്കുന്നില്ല. പ്രത്യേകിച്ച് നയനയ്ക്കും ഈ ദേവയാനിക്കും ഒന്നൊന്നും ഇതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല മോളെ. അതുകൊണ്ട് മോളെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അഭിയെ കുറ്റം പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിനക്ക് ദേഷ്യം കയറുമല്ലോ, അതിൻ്റെ ഒരു ഇതാണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അഭിയാണെങ്കിൽ ആ കാര്യം എനിക്ക് മനസ്സിലായി. ഏതായാലും ആദർശ് ജയിലായല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അങ്ങനെ ഒരു കാഴ്ച എനിക്ക് ഏതായാലും കാണേണ്ടി വന്നല്ലോ, അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് നവ്യ ഇങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നയനയാണ്. അപ്പോൾ ആദർശ് നയനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആദർശ് ഇങ്ങനെ പറയുകയാണ്, അതേ, എനിക്ക് ഗൾഫിൽ ഒത്തിരി ജോലികളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ നീ എൻ്റെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഏതായാലും ഞാനിപ്പോൾ എത്ര ജോലി തിരക്കാണെങ്കിലും അങ്ങോട്ട് പോകുന്നില്ല. നിന്റെ പ്രസവമൊക്കെ കഴിയട്ടെ, അതിന് ശേഷമേ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ. അതൊന്നും വേണ്ട ആദർശേട്ടാ. എന്തെങ്കിലും തിരക്കോ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആദർശേട്ടന് പോകാമല്ലോ. അതിനിപ്പോൾ എന്താ കുഴപ്പം? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. പക്ഷേ ആദർശേട്ടൻ വന്ന വിവരമൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. അത് തന്നെയാണല്ലോ നല്ലത്. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡോറിൽ ഒരു മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. അയ്യോ, ആദർശേട്ടൻ ആരോ വന്നെന്നാ തോന്നുന്നു. ആദർശേട്ടൻ പെട്ടെന്ന് പോയി ഒളിച്ചു. അങ്ങനെ ആദർശ് പെട്ടെന്ന് പോയി ഒളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന കഥക് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദാ നിൽക്കുന്നു ജലജ. അപ്പം ജലജയെ കണ്ടു കഴിഞ്ഞപ്പോഴും എന്താ എന്ന് നയന ചോദിക്കുകയാണ്. മോളെ, ഇന്ന് ചായ എന്ന് പറയാണ്. ചായ മേടിച്ചിട്ട്, അല്ല ഇതിലേ പാലും പഞ്ചസാരയും തേയിലയും മാത്രല്ലേ ഉള്ളൂ, ഇനി വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ ഇതിൽ? എന്താ മോളെ ഇത്? ഞാൻ അങ്ങനെ ഇതിൽ വേറെ എന്തെങ്കിലും ചേർക്കോ? മോളെ, ആദർശ് ജയിലായത് കൊണ്ടാ മോളിങ്ങനെ ചൊടിപ്പിക്കുന്ന വർത്താനങ്ങൾ പറയുന്നത്. അതൊന്നും വേണ്ടട്ടോ. ഞാൻ അങ്ങനെ ചേർക്കുകയൊന്നുമില്ല. അതെന്താ ചേർക്കാത്തത്? അല്ല, ഞങ്ങളെ തകർക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ. മോളെ, അങ്ങനെയൊന്നും പറയരുത്. പഴയ ആളല്ല ഞാൻ. നിങ്ങളുടെയും മകൻ്റെ സ്വഭാവമൊക്കെ ശരിക്കറിയാം. നിങ്ങളുടെ മകൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ വിധമാറുകയാണല്ലേ. മോളെ, ഇങ്ങനൊരു ദുഷ്ടനായ മനുഷ്യൻ ആര്? എൻ്റെ ആദർശേട്ടനോ? അല്ല, എൻ്റെ മകൻ
ഹോ, എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ വളർത്തു ദോഷം. അതുകൊണ്ടാണ് മകൻ ഇങ്ങനെയായി പോയത്. അതെ, എൻ്റെ വളർത്തു ദോഷം തന്നെയാണ് മോളെ. അതുകൊണ്ടാ അവൻ ഇങ്ങനെ ആയിപ്പോയത്. എന്ത് ചെയ്യാനാണ്? ഒറ്റൊരു മകനല്ലേ ഉള്ളൂ. ആണായിട്ട് ഒരു മകനല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവന് കുറേ സ്നേഹവും ലാളനയൊക്കെ കൊടുത്താ വളർത്തിയത്. ആ വളർത്തു ദോഷം തന്നെയാണ്. ഇനിയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ മോളെ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നേ. ഇനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയോട് ഇങ്ങനെ പറയാണ്. മോളെ, മോൾക്കേ ഞാൻ പാലെടുത്തിട്ട് വരാം. അയ്യോടാ വേണ്ട. അതെന്താ മോളെ? ഞാനെടുത്ത് പാലെടുത്ത് തന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, പ്രശ്നമുണ്ട്. എനിക്കുള്ള ഭക്ഷണവും പാലൊക്കെ എൻ്റെ അമ്മ എനിക്ക് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളായിട്ട് എത്തിച്ചേരേണ്ട ആവശ്യമൊന്നുമില്ല മോളെ. മോളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? മോൾക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ തരണമെന്ന്. അപ്പോൾ ഏട്ടത്തി പറയുന്നത് ഞാൻ അനുസരിക്കണ്ടേ? അനുസരിക്കണം. അമ്മ പറയുന്ന മുഴുവനും നിങ്ങൾ അനുസരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാലോ. അയ്യോ, അറിയാ മോളെ. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഈ അമ്മായിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ മോളെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കുന്നത്. എങ്കിൽ പിന്നെ പൊയ്ക്കോട്ടെ അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അങ്ങോട്ട് പറഞ്ഞയക്കുക. അങ്ങനെ കഥ കടിച്ചിട്ട് ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അങ്ങനെ ആദർശ് വരികയാണ്. ആദർശേട്ടാ, ദേ നല്ല ചൂട് ചായയാണ്, കുടിച്ചു ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദർശ ആ ചായ മേടിച്ചിട്ട്, ഇനി ഇതിൽ വല്ല കടുങ്കയും ചേർത്തിട്ടുണ്ടോ? അല്ല, നിന്റെ കുഞ്ഞിനെ തീർക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവോ? ഇല്ലെന്നേ. ധൈര്യമായിട്ട് കുടിച്ചോ. ഇനി അവരതൊക്കെ ചെയ്യാനായിട്ടേ കുറച്ച് പേടിക്കും. അതുകൊണ്ട് ആദർശേട്ടൻ ധൈര്യമായിട്ട് കുടിച്ചോ. ഏതായാലും ഞാനും പകുതി കുടിക്കാം, നീയും പകുതി കുടിക്കാം. അങ്ങനെ ആദർശ് കുറച്ച് കുടിച്ചിട്ട് നേരെ നമ്മുടെ നയനയ്ക്കും കൊടുക്കുകയാണ്. അങ്ങനെ നയനയും കുടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കിയിരിക്കുക. ആ സമയം അവിടെ നവ്യയും അഭിയും അതേപോലെ തന്നെ ജയനും അജയനും ജാനകിയും ഒക്കെ ഇരുന്നാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ജലജ ഭക്ഷണം വിളമ്പി കൊടുത്ത് ഇവർ ആസ്വദിച്ചിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ജയൻ പറയാണ്, ജലജേ, ഈയിടെയായിട്ട് നീ നന്നായിട്ടാണല്ലോ, അടിപൊളിയായിട്ടാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് പിന്നെ ദേ ഏട്ടത്തി പറഞ്ഞിരിക്കുന്നത് ഇവളോട് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കണമെന്നാണല്ലോ. അതുകൊണ്ടാ അവൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതേതായാലും നന്നായി. ദേവയാനി നല്ലൊരു പണി കൊടുത്തത് കൊണ്ട് ഇപ്പം മര്യാദയ്ക്ക് അവൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി വരികയാണ്. ജലജെ, നീ എനിക്കും മകൾക്കും വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ എപ്പോഴേ മാറ്റി വെച്ചിട്ടുണ്ട് ഏട്ടത്തി. ഏട്ടത്തി എന്നോടൊരു കാര്യം പറഞ്ഞല്ലേ, അപ്പം അതിന് തികച്ച് ഞാൻ വേറെ വല്ലതും ചെയ്യോ? ഞാനേ ആ ഭക്ഷണം എല്ലാം അടുക്കളയിൽ നല്ല ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാതിരിക്കോ? ഇതൊക്കെ കേട്ട് നവ്യക്കാണെങ്കിലൊക്കെ കാലി വരികയാണ്. എന്താ ഇത്? ഇവിടെ ഇപ്പം അമ്മ സകലമാന ജോലികളും ചെയ്യുകയാണ്. എന്തിനാണ് അമ്മയെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിക്കുന്നത്? അപ്പോഴേക്കും നമ്മുടെ അഭിക്ക് പേടി തോന്നി. അപ്പം അഭി, അയ്യോ നവ്യേ, അമ്മ അത് ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അമ്മയ്ക്ക് ആ ജോലി ചെയ്യുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. അമ്മ നല്ല മനസ്സോടെ സ്നേഹത്തോടെയാണ് ആ ജോലികളെല്ലാം ചെയ്യുന്നത്. എല്ലാവർക്കും സന്തോഷത്തോടെയാണ് വിളമ്പിയും കൊടുക്കുന്നത്. അതിലിപ്പോൾ തെറ്റ് പറയാനൊന്നുമില്ല എൻ്റെ നവ്യേ എന്നൊക്കെ പറയുമ്പോൾ ജലജയ്ക്ക് അവിടെ കാലി വരികയാണ്. എന്നാലും അങ്ങനെയല്ലല്ലോ, ഇപ്പം അടിമ ജോലിയല്ലേ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതേപോലെയല്ലേ നിങ്ങൾ എല്ലാവരും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ദേവയാനിയാണെങ്കിൽ അതെ, അടിമ ജോലിയാണെങ്കിൽ അടിമ ജോലി തന്നെ. പക്ഷേ അവൾ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും. എന്താ ജലജെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഏട്ടത്തി, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏട്ടത്തി എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അതേപോലെ സകല ജോലികളും ചെയ്തോളാം. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നവ്യേ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നവ്യേ. നീ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക്, എങ്കിലേ എനിക്കും എൻ്റെ മോൾക്കുള്ള ഭക്ഷണം എടുത്തതാ എന്ന് പറയുമ്പോൾ അതെ, ഇങ്ങോട്ട് വാട്ടത്തി, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ നവ്യ അഭിയോട്, നിൻ്റെ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? ഒരു നാണവും ഇല്ലാതെ ദേ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കേ, അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അമ്മയ്ക്ക് അതിൽ നാണക്കേടോ അതൊന്നുമില്ല, നമ്മൾ അതിൽ കയറി ഇടപെടാതിരുന്നാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ നവ്യക്കാണ് തല പുകഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥ. അങ്ങനെ ആദർശിനെയും നയനെയും കാണിക്കുകയാണ്. അപ്പോൾ ആദർശും നയനയും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിൻ്റെ ചേച്ചിയില്ലേ, ചേച്ചിയും കട്ട കലിപ്പിലാണ്.
നിന്നോട് പോലും ഒരു സ്നേഹം കാണിക്കുന്നില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് സാരമില്ലെന്നേ, ചേച്ചിയുടെ അവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ പെട്ടെന്ന് ഡോറിൽ മുട്ട് വെക്കുകയാണ്. ദേ ആരോ വന്നെന്ന് തോന്നുന്നു, ആദർശേട്ടാ എന്ന് പറയുമ്പോൾ, അയ്യോ മോളെ ഇത് ഞാനാണേ അമ്മ. ഇത് അമ്മയാ. അങ്ങനെ കഥ തുറക്കാണ്. ദേവയാനി ഭക്ഷണം കൊണ്ടാ വരുന്നത്. അപ്പോൾ ഭക്ഷണം മേശപ്പുറത്ത് വെക്കുകയും ചെയ്യാണ്. ദേ നിങ്ങൾക്കുള്ള ഭക്ഷണം തരേ റെഡി. ദേ അമ്മേ, ആദർശേട്ടനെ ഇപ്പൊ പറഞ്ഞേ ഉള്ളു, ആദർശേട്ടന് വിശന്ന് കൊടല് കരയുന്നെന്ന്. ഹാ, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണം ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഏതായാലും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയാ. ജലജ എല്ലാം കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മേ, ഈ ഭക്ഷണത്തിലൊക്കെ വല്ലതും ചേർത്തിട്ടുണ്ടോ? വിശ്വസിക്കാൻ പറ്റാത്ത ഇനയാണ് രണ്ടെണ്ണം. ഈ ജലജയും അതേപോലെ തന്നെ അഭിയും കൂടി നമുക്കിട്ട് പണി തരും. അവര് നമ്മളെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് ആദർശ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ലടാ, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ അവൾ ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും അവളെ കൊണ്ട് ഞാൻ ആദ്യം ആ ഭക്ഷണമൊക്കെ കഴിപ്പിക്കുന്നത്. കഴിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങോട്ട് കൊണ്ടുവരുന്നത് ഭക്ഷണമല്ല. ധൈര്യമായിട്ട് കഴിച്ചോ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ ഇവര് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ എനിക്ക് കാലി വന്നിട്ടൊരു രക്ഷയില്ല അമ്മ. എന്നാലും അമ്മ ഈ സത്യങ്ങൾ മുഴുവനും ഇപ്പം തന്നെ അവരോട് വെളിപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ. എന്തിനാമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്തത്? പിന്നെ അല്ലാതെ മോളെ, ആദർശ് ജയിലായി. പിന്നെ അത് മാത്രമല്ല, അബി ഇത്രയും കുറ്റങ്ങളെല്ലാം ചെയ്തിട്ട് അബിയെ സപ്പോർട്ട് ചെയ്ത് അവൾ സംസാരിക്കുമ്പോൾ എനിക്കതൊന്നും താങ്ങാനായിട്ട് പറ്റില്ല. എന്തൊരു അഹങ്കാരമാണ് അവൾ കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചന്തുമോള് ആദർശിന്റെ മകളല്ല, അബിയുടെ മകളാണെന്ന്. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജ പൊടിക്കൊന്നും ഒതുങ്ങിയില്ലേ? അത് തന്നെയായിരുന്നു വേണ്ടത്. അങ്ങനെ തന്നെ വേണം മോളെ ചെയ്യാനായിട്ട്. ഇനി എനിക്ക് സഹികെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നവ്യയോടും സത്യങ്ങളെല്ലാം പറയും. അയ്യോ വേണ്ടമ്മേ, ദയവ് ചെയ്ത് ചേച്ചിയോട് പറയരുത്. പിന്നെ അവൾക്കുണ്ട് അഹങ്കാരങ്ങളെല്ലാം. മോളെ പോലും ചിന്തിക്കുന്നില്ല അവള്. അവളുടെ മനസ്സിലെ മോളുടെ കുഞ്ഞില്ലാതാവണമെന്നാ. ആ നന്ദു ആക്സിഡന്റ് ആയിട്ട് കിടന്ന്, എന്നിട്ട് നന്ദുവിനെ പോലും കാണാനായിട്ട് ഇവള് ചെന്നോ? ഇവൾക്ക് ഒരു മനസാക്ഷിയില്ല മോളെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ല അമ്മേ, ചേച്ചിക്ക് യഥാർത്ഥ സത്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ ചേച്ചി വിചാരിച്ചിരിക്കുന്നത് അബിയോട് നമ്മൾ ക്രൂരത ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ ചേച്ചിയും കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. അതിനി എന്തെങ്കിലും ആവട്ടെ, നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ ഈ നമ്മുടെ ദേവയാനിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്തേ കഥ കുറ്റിയിടാൻ നോക്ക്. അങ്ങനെ നയന കഥ കുറ്റിയിട്ടിട്ട് നമ്മുടെ അബിക്ക് ഭക്ഷണമൊക്കെ ആദർശിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് ഇവരിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ആസ്വദിച്ച് കഴിച്ചപ്പോഴേക്കും ഇനിയിപ്പോൾ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ, നമുക്കേ ഇന്ന് രാത്രി ഒന്ന് പുറത്തു പോയാലോ? അയ്യോ ആദർശേട്ടാ, അത് വേണം. ആദർശേട്ടൻ വന്ന് ക്ഷീണിച്ച് ആവശ്യമായിട്ടിരിക്കുമല്ലേ, അതുകൊണ്ട് ആദർശേട്ടൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോകണം. പിന്നെ എടോ, തൻ്റെ ഒപ്പം പുറത്തു പോകുമ്പോഴല്ലേ എനിക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ പുറത്ത് പോകണമല്ലോ. പോണോ ആദർശേട്ടാ? പോണം, പോയേ മതിയാവുള്ളൂ. പിന്നെ കുഞ്ഞിനെ ഓർത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇതുവരെയായിട്ട് എനിക്കൊരു ശല്യവും ചെയ്തിട്ടില്ല എൻ്റെ ആദർശേട്ടാ. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ആദർശാണെങ്കിൽ എൻ്റെ അമ്മയുടെ വയറ്റിലും ഞാനേ കിടന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആര് പറഞ്ഞു? ആദർശേട്ടനെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പോലും. ആദർശേട്ടൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ആദർശേട്ടൻ്റെ ശ്വാസം മുട്ട്, അത് കാരണം അമ്മ ഒത്തിരി വടഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പറഞ്ഞത് ശരി തന്നെയാണ് നയനെ. കാരണം എന്നെക്കൊണ്ട് അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പാവം അമ്മ. എനിക്ക് വേണ്ടിയാ രണ്ടാമതൊരു കുഞ്ഞിനെ പോലും അമ്മ വേണ്ടെന്ന് വെച്ചത്, എനിക്ക് വേണ്ടി മാത്രം. എൻ്റെ അമ്മ ഒരു പാവമാണ്. പിന്നെ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നതും ഈ കുടുംബത്തെ സ്നേഹിക്കുന്നതുമായ ഒരു ഭാര്യയാണല്ലോ എനിക്ക് കിട്ടിയത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ നയനയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയെ തന്നെയാണ്. അപ്പം നവ്യയാണെങ്കിൽ അബിയോട് സംസാരിക്കുകയാണ്. എന്നാലും എന്തിനാണ് അമ്മ ഇങ്ങനെ അടിമവേലി ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീയും അതേപോലെ തന്നെയാണല്ലോ. അവർ പറയുന്നത് മുഴുവൻ അനുസരിക്കണമല്ലോ. അതല്ലേ നിവൃത്തിയുള്ളൂ.
അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്താക്കുന്നേ. പുറത്താക്കണമെങ്കിൽ പുറത്താക്കിക്കോട്ടെ, അത് നേരത്തെ പറഞ്ഞ കാര്യമല്ലേ ഞാൻ. നമുക്ക് ഇവിടുന്ന് പോകാന്നേ. എന്തിനാണ് ഇവരുടെയൊക്കെ അടിമത്തം സ്വീകരിച്ച് ഇവിടെ തന്നെ കഴിയുന്നത്? അങ്ങനെയല്ല നവ്യേ, നമുക്ക് ഇതൊന്നും ഇട്ടെറിഞ്ഞിട്ട് പോരാൻ പറ്റില്ല. മൂർത്തീസ് ജ്വല്ലറിയൊന്നും ഇട്ടെറിഞ്ഞിട്ട് പോരാൻ പറ്റില്ല. അതിന് നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്, ഒരുപാട്. അതെല്ലാം വാങ്ങിയെടുത്തിട്ടേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ദേ നയനയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്കിത്. അവളെ കുഞ്ഞ് വയറ്റിലുള്ളപ്പോൾ അവളെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ്? അവളുടെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ ഞാൻ പറഞ്ഞു വന്നു, എനിക്ക് ആരോടും ഒരു ദയയില്ല. നിന്നോട് ഇത്രയും ക്രൂരത ചെയ്ത് അവരോടൊന്നും എനിക്ക് ഒരു ദയയില്ല എന്നൊക്കെ നവ്യ പറയുമ്പോൾ ആകെ വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ ഈ എൻ്റെ ദൈവമേ, ഇവളങ്ങാനും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വലിയൊരു ഭൂകമ്പം തന്നെ ആയിരിക്കും എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അഭി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.